നമസ്കാരം. ഒമാൻ കടലിൽ നിന്നുള്ള ചിത്രങ്ങളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വാർത്തയുടെ അടിസ്ഥാനമായ ചിത്രം. ഒമാൻ കടലിൽ റഷ്യയും ഇറാനും സംയുക്ത നാവികാഭ്യാസം നടത്താൻ പോവുകയാണ് വ്യാഴാഴ്ച. അതിനു മുമ്പായിട്ടുള്ള ഒരുക്കാണത്രേ ഈ ചിത്രങ്ങൾ. ഇതൊരു ചിത്രമല്ല, ഒരുപാട് ചിത്രങ്ങൾ വാർത്താ ഏജൻസികൾ പുറത്തുവിടുന്നുണ്ട്. ട്രംപ് അവിടെ ജനീവ ചർച്ചയൊക്കെ നടത്തി ഇറാനെ വഴിക്ക് വരുത്താൻ വേണ്ടി ശ്രമിച്ച് രണ്ടാം ചർച്ചയിലും പ്രധാന തീരുമാനങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വന്നിട്ടുണ്ട് എങ്കിലും തങ്ങളുടെ ആത്മാഭിമാനം രക്ഷിക്കാൻ ട്രംപ് ഇറാനെ ഈ ആഴ്ച അവസാനം ഞങ്ങൾ ആക്രമിക്കാൻ പോവുകയാണെന്നുള്ള വാർത്ത വൈറ്റ് ഹൗസ് വഴി പുറത്തുവിട്ടതിൻ്റെ പിന്നാലെയാണ് ഒമാനിലെ കടലിൽ നിന്ന് ഇമാതിരി ചിത്രം പുറത്തു വരുന്നത്. എന്താ കഥ? അമേരിക്ക ട്രംപ് മുന്നിൽ നിന്നുകൊണ്ട് ഇറാൻ ഇപ്പം ശരിയാക്കും എന്ന് പറയാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. ഏറ്റവും അവസാനമാണ് ജനീവ ചർച്ച മുൻനിർത്തിക്കൊണ്ട് ചില നടപടികൾ പ്ലാൻ ചെയ്തത്. ആ ചർച്ചയിലും ചില തൃപ്തിയൊക്കെ അവർ പുറത്തു പറയുന്നുണ്ടെങ്കിലും സാഹചര്യം അത്ര പന്തിയല്ല. ഇറാന് അവർ ഇങ്ങോട്ടടിച്ചാൽ ഞങ്ങൾ അങ്ങോട്ടും തിരിച്ചടിക്കും എന്നുള്ള നിലപാടിൽ നിന്ന് അവർ പിന്നോട്ട് പോയിട്ടില്ല. രാജ്യ സുരക്ഷയ്ക്ക് അപ്പുറത്തേക്ക് നിലപാടിൽ വിട്ടുവീഴ്ചയില്ല എന്നും അവർ പറഞ്ഞു. മാത്രമല്ല, വൈറ്റ് ഹൗസ് പറയുന്നത് ഈ ആഴ്ചയുടെ അവസാനം ഞങ്ങൾ അവിടെ അറ്റാക്ക് ചെയ്യും എന്നാണ്. ആ വാർത്തയുടെ പേരിൽ ഇറാനെതിരെ വീണ്ടും ഒരു സാഹചര്യം രൂപപ്പെടും, ഇറാൻ ഒന്ന് പേടിക്കും എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇറാൻ ഞങ്ങളത്ര ചില്ലറ കക്ഷിയല്ല എന്ന് വെച്ചിട്ട് ഒമാൻ കടലിൽ ഈ വ്യാഴാഴ്ച നാവികാഭ്യാസത്തിന് കോപ്പി കൂട്ടിക്കൊണ്ടുള്ള ഈ ഒരുക്കം ആരംഭിച്ചത്. റഷ്യ ഞങ്ങൾക്കൊപ്പമുണ്ട് എന്നുള്ള കൃത്യമായ സന്ദേശമാണ് ഇറാൻ മുന്നോട്ട് വെക്കുന്നത്. എന്താണ് എന്നാൽ ഈ ഒരു ഇറാൻ മുന്നോട്ട് വെക്കുന്നതിൻ്റെ റിസൾട്ട് എന്താണ്? അതിൻ്റെ പിന്നാലെ ട്രംപ് അങ്ങനെ കണ്ണും പൂട്ടി പിന്മാറും എന്നൊന്നും ആർക്കും കരുതാൻ കഴിയില്ല. കാരണം അവർക്കും അഭിമാനം മുന്നോട്ട് പോകണമല്ലോ. ഇറാൻ ലോക പോലീസിന് മുന്നിൽ അങ്ങനെ അങ്ങ് തലയുയർത്തി നിൽക്കുന്ന അവർക്ക് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് ട്രംപ് എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ആശങ്ക അങ്ങനെ പൂർണ്ണമായി അസ്ഥാനത്താണെന്ന് പറയാൻ കഴിയില്ല. എങ്കിൽ പോലും ഇറാൻ്റെ ഈ നീക്കം അമേരിക്കയ്ക്ക് ഒരു സ്റ്റെപ്പ് പിന്നോട്ട് പോകാനുള്ള സാഹചര്യം സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ അവസ്ഥയിൽ എന്താണ് ഇറാൻ അമേരിക്ക സംഘർഷത്തിലെ ഏറ്റവും ഒടുവിലത്തെ സാഹചര്യം എന്ന് നമുക്ക് നോക്കാം. 3 കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. ഒന്നാമത്തേത്, ഒമാൻ കടലിടുക്കിലെ ഈ സൈനികാഭ്യാസത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂടി നമ്മൾ ചേർത്ത് വായിക്കേണ്ടത് ജനീവയിൽ ഇറാനും അമേരിക്കയും തമ്മിൽ നടന്ന 2ാം ഘട്ട ചർച്ചയാണ്. ആ ചർച്ച അവസാനിച്ച ഘട്ടത്തിൽ ഇറാനെതിരെ US ആക്രമണം നടത്തും എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. മേഖലയിൽ വിന്യസിച്ചിരിക്കുന്ന US നാവികസേനയ്ക്ക് വെല്ലുവിളി സൃഷ്ടിച്ച് ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ സൈനികാഭ്യാസം നടത്തിയത് നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ച വാർത്തയാണ്. ഇപ്പോഴാണ് റഷ്യയുമായി ഒമാൻ കടലിൽ ഇങ്ങനൊരു നാവികാഭ്യാസത്തിന് ഒരുങ്ങുന്നത്. വ്യാഴാഴ്ചയാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലും ഒമാൻ കടലിലുമായിട്ടാണത്രേ സൈനികാഭ്യാസം നടത്തുന്നത്. കടൽ സുരക്ഷ ശക്തിപ്പെടുത്തുക, ഇരു രാജ്യങ്ങളുടെയും നാവികസേനകൾ തമ്മിലുള്ള ബന്ധം ദൃഢമാക്കുക എന്നൊക്കെയാണ് ലക്ഷ്യം എന്ന് പറയുന്നുണ്ടെങ്കിലും സംയുക്ത നാവികാഭ്യാസത്തിൻ്റെ വക്താവ് റിയർ അഡ്മിറൽ ഹസൻ മഖ്സൂദ്ലു പറഞ്ഞ കാര്യം വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എങ്കിലും അത്ര പന്തിയല്ല കാര്യങ്ങൾ എന്നാണ് വ്യക്തമാക്കപ്പെടുന്നത്. അവിടെയാണ് ഇറാനെതിരെ ഈ വാരാന്ത്യത്തിൽ ആക്രമണത്തിന് തയ്യാറെടുക്കുന്നു അമേരിക്ക എന്ന റിപ്പോർട്ടുകൾ കൂടി നമ്മൾ ചേർത്ത് വായിക്കേണ്ടത്. ഒരുങ്ങിയിരിക്കുന്ന സൈന്യത്തിന് പക്ഷേ ട്രംപിൻ്റെ അനുമതി ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നാണ് വാർത്തകൾ. പശ്ചിമേഷ്യയിൽ അണിനിരുന്ന യുദ്ധക്കപ്പലുകൾ, ഫൈറ്റർ ജെറ്റുകൾ, ഇന്ധനം നിറയ്ക്കുന്ന വിമാനങ്ങൾ അടക്കം യുദ്ധസാധ്യത നിലനിർത്തുന്ന സാഹചര്യം, അതിനെക്കുറിച്ചുള്ള വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇത്ര നാളായിട്ടും അന്തിമ തീരുമാനത്തിൽ ട്രംപ് എത്തിയില്ല. ഇതിനിടെ ഇറാനുമായി 2ാം റൗണ്ട് ചർച്ചകൾ കഴിഞ്ഞ ദിവസം നടന്നു. അതിൻ്റെ തുടർച്ച എന്തൊക്കെയാണ് എന്നുള്ള വിവരങ്ങൾ പൂർണ്ണമായും പുറത്തു വന്നിട്ടില്ല. ചർച്ചകളിൽ ഇറാൻ എടുക്കുന്ന നിലപാടിനപ്പുറത്ത് സമ്പൂർണ്ണമായി ആണവ നിരായുധീകരണം എന്ന ഉപാധികളില്ലാത്ത ആവശ്യത്തിന് ഇറാൻ കീഴടങ്ങിയിട്ടും ഇല്ല. അങ്ങനെ ചർച്ച മുന്നോട്ട് പോകുന്ന പക്ഷം ആക്രമണത്തിന് ട്രംപ് ഉത്തരവിടും എന്നാണ് സൈന്യത്തിൻ്റെ പ്രതീക്ഷ. വാരാന്ത്യത്തോടെ ആക്രമണത്തിന് തയ്യാറാണ് എന്ന് സൈന്യം വൈറ്റ് ഹൗസിനെ അറിയിച്ചതായി CNN റിപ്പോർട്ട് ചെയ്തതാണ് വാർത്ത. 2018 റദ്ദാക്കിയ ആണവ കരാറിന് ബദൽ കണ്ടെത്താനുള്ള നിലവിലെ ചർച്ചകളെയാണ് ലോകം ഉറ്റുനോക്കിയത്. നിലവിൽ പശ്ചിമേഷ്യയിൽ 13 US യുദ്ധക്കപ്പലുകൾ അണിനിരന്നിട്ടുണ്ട്. ഒരു വിമാനവാഹിനി കപ്പലുണ്ട്, USS എബ്രഹാം ലിങ്കൺ, 9 ഡിസ്ട്രോയറുകൾ, 3 ലിറ്റോറൽ കോമ്പാറ്റ് ഷിപ്പുകൾ. അധികം സന്നാഹങ്ങൾ ഉടൻ എത്തുമെന്ന് US ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് CNN റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഇതേ സമയമാണ് ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ USS ജെറാൾഡ് ആർ ഫോർഡ് ട്രംപിൻ്റെ ഉത്തരവ് പ്രകാരം കരീബിയൻ കടലിൽ നിന്ന് മിഡിൽ ഈസ്റ്റിലേക്ക് പുറപ്പെട്ടത്. ഇത്രയധികം സൈനിക ശക്തിയും ആയിരക്കണക്കിന് നാവികരും അടങ്ങുന്ന US സന്നാഹം ഈ മേഖലയിൽ അത്യപൂർവമാണ്. അതിനിടെ ഇരു രാജ്യങ്ങളും തമ്മിൽ നടന്ന 2ാം റൗണ്ട് ചർച്ച അങ്ങനെ പൂർണ്ണമായി പരാജയപ്പെട്ടു എന്ന് പറയാൻ കഴിയുന്ന സാഹചര്യവും ഇല്ല. വിഷയത്തിൽ ചെറിയ പുരോഗതി ഉണ്ടായിട്ടുണ്ട് എന്ന് വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലെവിറ്റിനെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പുതിയ ആണവ കരാർ വേണമെന്നതാണ് ട്രംപിൻ്റെ ആവശ്യം. നേരത്തെ പറഞ്ഞതുപോലെ ഉപാധികളില്ലാത്ത ആവശ്യങ്ങൾ അംഗീകരിക്കാൻ, രാജ്യ താല്പര്യത്തിന് വിരുദ്ധമായി അംഗീകരിക്കാൻ തയ്യാറല്ല എന്ന ഇറാൻ്റെ നിലപാടും ട്രംപിൻ്റെ ഈ ആവശ്യം തമ്മിലാണ് സംഘർഷം. അതിലൊരു തീരുമാനം എത്തിയിട്ടില്ല. അന്തിമ കരാറിലേക്ക് എത്തുമെന്ന സൂചനകൾ ഇതേപോലെയാണെങ്കിൽ അങ്ങനെ ഒരു
സൂചന ലഭ്യവുമല്ല. ഈ സാഹചര്യത്തിലാണ് വാരാന്ത്യത്തിൽ ആക്രമിക്കാനുള്ള നീക്കം നടക്കുന്നു എന്ന വാർത്ത ആശങ്ക ഉയർത്തി വരുന്നത്. ഇതേ സമയമാണ് റഷ്യക്കൊപ്പമുള്ള ഈ സൈനിക അഭ്യാസത്തിൻ്റെ വിശദാംശങ്ങളും പുറത്തു വരുന്നത്. ഒപ്പം ഇറാനിലെ വിലക്കയറ്റം അടക്കമുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ ട്രംപിനെ പ്രലോഭിപ്പിക്കുന്നുണ്ട്. കാരണം ഇറാനെ ഉപരോധം കൊണ്ട് കടന്നുപോയ കാലത്ത് യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും അടക്കം കുരുക്കിലാക്കിയതും വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടതും ഒക്കെ ഒരു അനുകൂല സാഹചര്യം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കം ആയിരുന്നു. യുദ്ധത്തിന് ഉപയോഗിക്കാനുള്ള ഈ സാഹചര്യത്തെ ഉപയോഗിക്കണമെന്ന നിലപാട് സൈന്യം സമ്മർദ്ദമായി വൈറ്റ് ഹൗസിന് മുന്നിൽ വെച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അത് US-ന് തിരിച്ചടിയാകുമോ അങ്ങനെ ഒരു നീക്കം നടത്തിയാൽ എന്ന സംശയമാണ് പക്ഷേ യുദ്ധ നീക്കത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ചെയ്യുന്നത്. അയത്തുള്ള ഖൊമേനിയുടെ ഇറാൻ ഭരണകൂടത്തിൻ്റെ ആഭ്യന്തര ദൗർബല്യം ഒരു ഭാഗത്ത് പ്രചോദിപ്പിക്കുമ്പോൾ അവരുടെ സൈനിക കരുത്ത് ട്രംപിനെ പിന്നോക്കം വലിക്കുകയും ചെയ്യുന്നു. ഒരാക്രമണം ഉണ്ടായാൽ ഇറാൻ എങ്ങനെയാകും തിരിച്ചടിക്കുക എന്നതാണ് അമേരിക്കയെ ആകുലപ്പെടുത്തുന്നത്. ഇറാൻ ഒന്നും നഷ്ടപ്പെടാനില്ല, ഇല്ല, രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി എന്തു വഴിയും അവർ സ്വീകരിക്കും. എന്നാൽ US അങ്ങനെയല്ല. US-ന് പലതും നഷ്ടപ്പെടാനുണ്ട്. അവരുടെ ആഭ്യന്തര സാമ്പത്തിക സാഹചര്യം സേഫ് അല്ല. ഒപ്പം ഇറാന് നേരത്തെ നമ്മൾ പല വാർത്തകളിലും ഒക്കെ കണ്ടതുപോലെ ഇറാൻ്റെ കരസേന വലിയ ശക്തമാണ്. അവരുടെ കരയുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടാൽ അവർക്ക് ഉള്ള സാഹചര്യം വിപുലമാണ്. അവർക്ക് അവിടെ നിന്ന് എന്തും ചെയ്യാനുള്ള ശേഷിയും ഉണ്ട്. അതേസമയം നാവികസേന ശക്തമല്ല എന്ന് നേരത്തെ നമുക്ക് അറിയാവുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അറിയാവുന്ന കാര്യമാണ്. അവിടെയാണ് റഷ്യയുമൊത്തുള്ള ഈ നാവികാഭ്യാസത്തിന് പ്രാധാന്യം വർദ്ധിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇറാനെ ആക്രമിച്ചാൽ തിരിച്ചടിക്കും എന്ന നിലപാട് അങ്ങനെ തള്ളിക്കളയാൻ പറ്റുന്നതും അല്ല. പക്ഷേ ഇസ്രായേൽ അമേരിക്കയെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. ഇറാൻ അത്ര വലിയ കാര്യമില്ല, നമുക്ക് ആക്രമിക്കണം എന്നുള്ള നിലപാട് ഇസ്രായേൽ എടുക്കുന്നുണ്ട്. സൈനിക നടപടിക്ക് സംയുക്തമായി ഉള്ള നീക്കത്തിന് ഇസ്രായേൽ തയ്യാറായി നിൽക്കുന്നുമുണ്ട്. US-നൊപ്പം സംയുക്ത നീക്കത്തിന്. ഇറാനെ പൂർണ്ണമായും തകർക്കാനുള്ള നീക്കം നടത്തണം എന്നാണ് നെതന്യാഹുവിൻ്റെ നിലപാട്. എത്ര നാൾ നീണ്ടാലും അവസാനം വരെ യുദ്ധം എന്ന നടപടിക്കാണ് ഇസ്രായേലിൻ്റെ നിർദ്ദേശം. യുദ്ധം വേണ്ടി വന്നാൽ ഇസ്രായേലിനൊപ്പമുള്ള സംയുക്ത നടപടിയാണ് ട്രംപിൻ്റെ മനസ്സിലും ഉള്ളത് എന്ന് വാർത്തകൾ ഉണ്ട്. എന്നാൽ ആക്രമിക്കാൻ നിരന്തരമായി സമ്മർദ്ദം ചെലുത്തുന്ന നെതന്യാഹുവിൻ്റെ നീക്കത്തിന് ട്രംപ് ഉടനടി ചെവി കൊടുക്കാത്തതിന് മറ്റ് കാരണങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. നേരത്തെ ഇറാനെ തൊട്ട് പുള്ളിയതിൻ്റെ ഓർമ്മ മാത്രമല്ല, നിലവിൽ ഇറാൻ എടുക്കുന്ന മുൻകരുതൽ കൂടിയാണത്. അതായത് സൈനിക ശേഷി എന്നത് ഒരു ഭാഗത്ത് ഇറാൻ്റെ ഭാഗത്ത് നിന്ന് വ്യക്തമായി പുറത്തു വരുന്നുണ്ട്. അവരുടെ ഉള്ള കാര്യം വെച്ച് അവർ നേരിടും, തിരിച്ചടിക്കും എന്നുള്ള കാര്യം. അതുകൂടാതെ ഇറാൻ എടുക്കുന്ന മുൻകരുതൽ പ്രധാനമാണ്. അത് സംബന്ധിച്ച് ഒരു നിർണായകമായ വാർത്താ റിപ്പോർട്ട് ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. ഇറാൻ്റെ ഒരുക്കങ്ങൾ കേവലം വാർത്താ നിർമ്മിതിക്ക് വേണ്ടി മാത്രമല്ല എന്ന് വ്യക്തമാക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നത്. US ഭീഷണിക്കെതിരായി പ്രതിരോധം തീർക്കും എന്ന അബ്ബാസ് അരാക്ചിയുടെ നിലപാട് ഇറാൻ ഭരണകൂടത്തിന് സൈന്യത്തിൻ്റെ മേലുള്ള ആത്മവിശ്വാസത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ആണ് എന്നുള്ളത് ഒരു ഭാഗത്ത്. അമേരിക്കയിൽ നിന്നുള്ള സൈനിക സമ്മർദ്ദം കനക്കുമ്പോൾ പ്രതിരോധ നടപടികൾ ശക്തമാക്കുന്നതിൻ്റെ ഉപഗ്രഹ ചിത്രങ്ങൾ ഇതിനോട് ചേർത്ത് വായിക്കണം. ഈ ചിത്രം നിങ്ങൾ നോക്കൂ. ഇറാൻ്റെ പ്രധാന ആണവ കേന്ദ്രങ്ങളെ കോൺക്രീറ്റും മണ്ണും ഉപയോഗിച്ച് ഭൂഗർഭ ബങ്കറുകളിലാക്കി മാറ്റുന്ന പ്രവർത്തനത്തിൻ്റെ ഉപഗ്രഹ ചിത്രമാണത്രേ ഇത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സയൻസ് ആൻഡ് ഇന്റർനാഷണൽ സെക്യൂരിറ്റിയുടെ വിശകലനം ഉദ്ധരിച്ച് തന്ത്രപ്രധാന ആണവ കേന്ദ്രങ്ങളെ ഇറാൻ ബലപ്പെടുത്തുകയാണ് എന്ന് US മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിന്റെ ഭാഗമായി പാർച്ചിൻ സൈനിക സമുച്ചയത്തിലെ പുതിയ തലേഗൻ 2 എന്ന കേന്ദ്രം മണ്ണുപയോഗിച്ച് പൂർണ്ണമായും മൂടാനുള്ള നടപടികൾ ആഴ്ചകൾക്ക് മുമ്പേ നടന്നുവത്രേ. ടെഹ്റാനിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ തെക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന ഈ കേന്ദ്രത്തിൻ്റെ ഫെബ്രുവരി 13 ലഭിച്ച ചിത്രങ്ങളാണ് പുറത്തു വന്നത്. വ്യോമാക്രമണത്തിൽ നിന്ന് സംരക്ഷണം തീർക്കുന്നതിനായി കോൺക്രീറ്റ് ഉറച്ചതിന് ശേഷം കുന്നുകളിൽ നിന്ന് വലിയ തോതിൽ മണ്ണ് ഇവിടേക്ക് മാറ്റി. ഇത് പൂർത്തിയാകുന്നതോടെ ഈ ബങ്കറുകൾ തിരിച്ചറിയാൻ കഴിയാത്ത വിധം മറിയും എന്നാണ് പറയുന്നത്. ഇപ്പോൾ അത് മാറിയിട്ടുണ്ടാകും, ഇത്രയും നാളുകൾ ആയല്ലോ. ഇപ്പോൾ ഉപഗ്രഹ ചിത്രങ്ങൾക്ക് പോലും ഇത്തരം ഇടങ്ങളിലെ ആണവ കേന്ദ്രങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. ഈ നടപടി പാർച്ചിനിൽ മാത്രം ഒതുങ്ങുന്നതല്ലെന്നും നഥാൻസ് ആണവ നിലയത്തിന് സമീപമുള്ള കൊലങ്കാസ് ലാ പർവ്വതത്തിലെ തുരങ്ക കവാടങ്ങളും ബലപ്പെടുത്തുന്നതായി ഫെബ്രുവരി 10 ചിത്രങ്ങൾ വ്യക്തമാക്കുന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. മുമ്പ് അമേരിക്ക വ്യോമാക്രമണം നടത്തിയ എസ്ഫഹാൻ ആണവ സമുച്ചയത്തിലും തുരങ്ക കവാടങ്ങൾ മറക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. 2025 ജൂലൈ മുതൽ ഉപേക്ഷിക്കപ്പെട്ട വിമാനവേധ പീരങ്കികൾ വീണ്ടും പ്രവർത്തനക്ഷമമാക്കിയതായും പുതിയ 2 സ്ഥലങ്ങളിൽ വിന്യസിച്ചതായുമുള്ള റിപ്പോർട്ടുകളും ഉണ്ട്. ആണവായുധങ്ങളുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങൾ നടന്ന പാരമ്പര്യമുള്ള പാർച്ചിനിലെ ഈ പുതിയ നിർമ്മാണങ്ങൾ ഇറാന്റെ തന്ത്രപരമായ നീക്കമായി വിലയിരുത്തപ്പെടുന്നു. ഉഭയകക്ഷി ചർച്ചകൾ നടക്കുന്നതിന് സമാന്തരമായി US ഇറാനെതിരെ കപ്പൽ പടയെ തന്നെ വിന്യസിച്ചുകൊണ്ട്
ആരോപിച്ചുകൊണ്ടുള്ള ഇരട്ടത്താപ്പ് സമീപനം സ്വീകരിക്കുന്നത് വിമർശന വിധേയമായിരുന്നു. ഈ സാഹചര്യത്തിൽ സ്വയരക്ഷയ്ക്ക് രണ്ടാം ഘട്ട ചർച്ചകൾക്കിടെയാണ് ഇറാന്റെ നീക്കവും പുറത്തു വന്നത്. ചുരുക്കത്തിൽ ഇറാന്റെ ആത്മവിശ്വാസത്തിന് കാരണം രാജ്യത്ത് സൈന്യം അതിശക്തമായി ഇത്തരം പ്രതിരോധ നടപടികൾ സ്വീകരിക്കുന്നത് കൂടി ആണ്. സൈന്യത്തിന്റെ തിരിച്ചടിക്കാനുള്ള കെൽപ്പിനപ്പുറത്ത് ആഭ്യന്തരമായി നേരത്തെ അമേരിക്ക ഒരു വമ്പൻ ആക്രമണം നടത്തി പൂർണ്ണമായും വിജയിച്ചില്ല എന്ന് അമേരിക്കയ്ക്ക് തന്നെ സമ്മതിക്കേണ്ടി വന്നു. സമാന സാഹചര്യത്തിന് അപ്പുറത്താണ് ഇപ്പോഴത്തെ ജാഗ്രത, ഇറാൻ കൈക്കൊണ്ട ജാഗ്രത. ഒരിക്കൽ ഇസ്രായേലിനൊപ്പം ചേർന്ന് നടത്തിയ ആ ആക്രമണത്തിൽ പാളിപ്പോയ അനുഭവം ഇനി ഉണ്ടാകരുത് എന്ന് അമേരിക്കയ്ക്കുണ്ട്. അധികം അകലെയല്ലാത്ത അനുഭവത്തിന്റെ തുടർച്ചയായ ഒരു തിരിച്ചടി അമേരിക്ക താങ്ങില്ല. ഈ സാഹചര്യത്തിൽ ഇറാന്റെ മുന്നൊരുക്കങ്ങൾ കൂടി പരിഗണിച്ചാവണം ട്രംപിന്റെ ഭീഷണിക്കും സൈനിക വിന്യാസത്തിനും അപ്പുറത്തേക്കുള്ള നടപടിയിലേക്ക് ഇതുവരെ അമേരിക്ക നീങ്ങാതിരിക്കുന്നത്. വീഴ്ച പറ്റുമോ, തിരിച്ചടി ഉണ്ടാകുമോ എന്നുള്ള ആശങ്ക കൊണ്ട്. എന്നാൽ ഇറാനുമായി ഈ തരത്തിൽ ഒരാക്രമണത്തിന് പോയി പിന്തിരിയേണ്ടി വന്നാൽ അത് നാണക്കേടാകുമെന്ന വിലയിരുത്തൽ ട്രംപിന്റെ ക്യാമ്പിനുണ്ട്. ഇറാനൊപ്പം റഷ്യ കൂടി അണിനിരക്കുന്നു എന്ന സൂചന കൂടി പുറത്തു വരുമ്പോൾ കാര്യങ്ങൾ അത്ര എളുപ്പമേ അല്ല. ബാക്കി എന്തൊക്കെ നടക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.